വിഷ്ണു. പിന്നെ കാഴ്ചയില്ലാത്ത എല്ലാ വർഷം കാഴ്ചയില്ലാത്ത ഞങ്ങൾ ഒരാൾ കുടിച്ച എല്ലാവർക്കും ഉണ്ട്, സ്റ്റിക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരാൾ പോകും ബാക്കിൽ ഇങ്ങനെ ഫ്രെയിം പോലെ 1 by 1 അത് ഞങ്ങള് ഓരോരുത്തർ സഹായത്തോടുകൂടി ഓരോരോ ആളുകളെ സഹായിക്കും. ഞങ്ങളെ ആ സഹായത്തോടു കൂടി അങ്ങനെ അല്ല ഞങ്ങള് ഇങ്ങനെ ഓരോ ഏരിയയിലേക്ക് ഒരാഴ്ചയിൽ മഴയൊന്നുമില്ലാത്ത സമയത്ത് പരിപാടിക്ക് ബസ്സിലാണ് പല സഹായങ്ങൾ ഓരോരോ ആളുകളെ സഹായിക്കുന്നത്. നമ്മള് വർഷങ്ങളായി കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്നത് സ്ഥലമാണ്. എന്റെ യഥാർത്ഥ നാട് മണ്ണാർക്കാടാണ്. ഞങ്ങൾ ജീവിക്കുന്നത് കൊല്ലത്താണ്. ഇവര് രണ്ടുപേരെ വീട് കൊല്ലം. കൊല്ലം ജില്ലയിലെ നിലമ്പേര്. അവരും അവിടെ തന്നെ ഒരേ പഞ്ചായത്ത് നിലമ്പേര്. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത്. അതെ, ഞാൻ മാത്രം മണ്ണാർക്കാടാണ്. പക്ഷെ ഞാൻ ഇവരുടെ ജീവിതം ഞങ്ങൾ 2014 എല്ലാ സ്റ്റോപ്പിലോ ബസ് സ്റ്റോപ്പിലോ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇങ്ങനെ പത്തനംതിട്ട, പത്തനംതിട്ട, ഈ 4 ജില്ലയിലെ മുഖ്യ ഏരിയകളിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി പാട്ട് പാടും. അപ്പോൾ ആളുകൾ സഹായിക്കും. നമ്മളെ കരോക്കെ ഉപയോഗിച്ച് എല്ലാവരും ഉള്ളതൊക്കെ സംഭാവന സഹായിക്കും. അങ്ങനെ ചെയ്യും. എനിക്ക് വീട്ടിൽ ഭാര്യ, 2 മക്കൾ. ഭാര്യയ്ക്ക് കാഴ്ചയില്ല. പിന്നെ മക്കള് 2 പേർക്കും കാഴ്ച. എന്റെ വീട്ടിലെ അമ്മയും അച്ഛനും അനിയനും ചേച്ചിക്ക് ഭർത്താവ് കൊണ്ടുപോയി. പഠിക്കരുത്. അവരെല്ലാം സേഫ്. നല്ലൊരു പഠിക്കണം. നമ്മള് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കൊല്ലത്തുള്ള സഹോദരന്മാരാണ്. അവര് കാഴ്ചയില്ലാത്തവരാണ്. ഈ 3 പേർക്കും കാഴ്ചയില്ല. അവരുടെ കുടുംബത്തുള്ളവരും കാഴ്ചയില്ല. അവര് പാട്ട് പാടിയാണ് ജീവിക്കുന്നത്. അവര് ഇപ്പം ഞങ്ങളിപ്പം ഈരാറ്റുപേട്ട വന്നപ്പം ഈ സഹോദരങ്ങളെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടതാണ്. അപ്പോൾ ഇവിടെ വെച്ച് അവരുടെ ഒരു വീഡിയോ എടുത്താണ്. അപ്പം അവർക്ക് 3 പേർക്ക് കാഴ്ചയില്ല. ഒരാൾക്ക് മാത്രം ഒരു സ്റ്റിക്കുണ്ട്. ഇതാണ് സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് ഇതിങ്ങനെ കുത്തിയാണ് നടക്കുന്നത്. അപ്പം ബാക്കി 2 പേര് അവരുടെ പുറകെ വിട്ട് ട്രെയിൻ പോകുന്ന പോലെ പുറകിൽ അവർ നടക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതം വളരെ ദുസ്സഹമായ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇത് പേര് പറഞ്ഞ എന്റെ പേര് രതീഷ്, എന്റെ പേര് വിഷ്ണു. ജയ സതീഷ്. ഈ 3 പേരാണ് ഇങ്ങനെ അവര് വന്നേക്കുന്ന. 3 പേരും കൊല്ലംകാരാണ്. അവര് ഇവിടെ ഇപ്പം ഈ ഓരോ സ്ഥലങ്ങളിലാണ് അവർ പാട്ട് പാടി ജീവിക്കുന്നത്. ഇന്ന് അവര് ഈരാറ്റുപേട്ടയിൽ വന്നപ്പോൾ ആണ് അവരിവിടെ അവരുടെ പരിപാടി ചെറിയ കരാചാരത്ത് വെച്ച് പാട്ടുപാടി ഉള്ള ജീവിതമാണ്. വളരെ കഷ്ടമായ ജീവിതമാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് അവരെ സഹായിക്കുക. ഓക്കെ, താങ്ക് യു. ഇവരുടെ പേര് എന്റെ പേര് ഓക്കെ, താങ്ക് യു.